ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വരവ് ചിലവ് കണക്കുകളിൽ വൻ പൊരുത്തക്കേടെന്ന് ഹൈക്കോടതി. ടെൻഡർ നടപടികൾ പാലിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരാർ നൽകിയത്. ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്ത 2 കോടി തിരിച്ചടച്ചില്ല എന്നും ഹൈക്കോടതി വിമർശിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിശദീകരണം നൽകണമെന്ന് നിർദ്ദേശം. ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ 1 മാസം പിന്നിട്ടിട്ടും ഓഡിറ്റ് റിപ്പോർട്ട് നൽകാത്തതിനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം ബെഞ്ചിൽ സമർപ്പിച്ചത്. കണക്കിൽ ചില പൊരുത്തക്കേടുകളുണ്ടെന്നാണ് കോടതി വിലയിരുത്തൽ. വിശദമായ മറുപടി നൽകാൻ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. അയ്യപ്പ സംഗമം നടത്തിയതിലൂടെ 3 കോടിയിലേറെ രൂപയുടെ നഷ്ടം വരുത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. ദേവസ്വം ബോർഡ് അഡ്വാൻസായി 3 കോടി രൂപ അനുവദിച്ചിരുന്നു. ഈ തുക സ്പോൺസർഷിപ്പിലൂടെ തിരിച്ചുപിടിക്കാനായിട്ടില്ല എന്നാണ് കണ്ടെത്തൽ. എന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാർ ഒരുക്കിയത് പശ്ചാത്തല സൗകര്യം മാത്രമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ വിശദീകരിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടന്ന സംഭവമാണ്. അതിന്റെ സ്പോൺസർമാരെയും കണ്ടെത്തിയതവരാണ്. ഒപ്പം വരവില കണക്കും തയ്യാറാക്കിയതവരാണ്. അത് അവരോട് ചോദിച്ചെങ്കിൽ പറയാൻ പറ്റുള്ളൂ. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിൽ നടന്നത് മുഴുവൻ കളവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 600 പേര് പങ്കെടുക്കാൻ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന് 5 കോടി 8 കോടി എന്നൊക്കെ പറയുന്നത് എവിടത്തെ കണക്കാണ്? മുഴുവൻ കളവാണ് ഇതിന്റെ പുറകിൽ നടക്കുന്നത്. അഴിമതിയാണ് ഇതിൻ്റെ അകത്ത് പുറത്ത് നടക്കുന്നത്. ശബരിമലയുടെ മാസ്റ്റർ പ്ലാനിനടക്കം ഗുണം ചെയ്യുമെന്ന് കരുതി നടത്തിയ അയ്യപ്പ സംഗമം കേവലം രാഷ്ട്രീയ സ്റ്റണ്ടായി മാറിയെന്ന ആരോപണമാണ് ഉയരുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 20-നായിരുന്നു പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.